നമസ്കാരം. പിണറായിയുടെ വാഴ്ത്തുപാട്ട് രചയിതാവിനെ പുറത്താക്കി. ചിത്രസേനനെ ധനകാര്യ വകുപ്പ് മെസ്സഞ്ചർ സ്ഥാനത്തു നിന്നാണ് പറഞ്ഞുവിട്ടത്. ഓഫീസ് അറ്റൻഡറായി വിരമിച്ച പൂവത്തൂർ ചിത്രസേനന് പിണറായി സർക്കാർ താൽക്കാലിക പുനർനിയമനം നൽകിയിരുന്നു. ഇടതു സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്നു. പിണറായി വിജയനെ പുകഴ്ത്തി സെക്രട്ടേറിയറ്റിലാണ് കാവലാൾ എന്ന വാഴ്ത്തുപാട്ട് അവതരിപ്പിച്ചത്. പൂവത്തൂർ ചിത്രസേനനായിരുന്നു ഗാനരചയിതാവ്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടികളിൽ 100ഓളം വനിതാ ജീവനക്കാർ ചേർന്നായിരുന്നു ആ പാട്ട് ആലപിച്ചിരുന്നത്. എന്തായാലും പാട്ടിന്റെ ഗാനരചയിതാവിന് പുനർനിയമനം നൽകിയത് വലിയ വിവാദമായി മാറിയിരുന്നു. വ്യക്തിപൂജ നടത്തി ഒരു കാര്യവും നേടാൻ ആർക്കും കഴിയില്ലെന്നാണ് വാഴ്ത്തുപാട്ട് വിവാദത്തോട് അന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി പ്രതികരിച്ചത്. എന്തായാലും കാവലാൾ പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പക്ഷേ പുനർനിയമനം എളുപ്പം നടക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിൽ നിന്ന് 2023 വിരമിച്ച ചിത്രസേനൻ പിന്നീട് ധനവകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ തസ്തികയിൽ ദിവസവേതനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. പെൻഷൻ തികയുന്നില്ലെന്നും താൽക്കാലിക ജോലി വേണമെന്നും ചിത്രസേനൻ സർക്കാരിന് അപേക്ഷ നൽകിയത് 2024 ഏപ്രിൽ 25-നായിരുന്നു. അന്നു തന്നെ ചിത്രസേനന് നിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കി. വാഴ്ത്തുപാട്ടിന് ശേഷം ചിത്രസേനന്റെ പുനർനിയമനം വാർത്തയായതോടെ നിയമനം സംബന്ധിച്ച് ഫയൽ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തി കാവലാൾ പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനൻ അങ്ങനെ നിയമന വിവാദങ്ങളിലും പെട്ടിരുന്നു. പൊതുഭരണ വകുപ്പിലെ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനനാണ് പിന്നീട് ധനവകുപ്പിൽ പുനർനിയമനം കിട്ടിയത്. നിയമനം ആവശ്യപ്പെട്ട് ചിത്രസേനൻ അപേക്ഷ നൽകുകയായിരുന്നു. സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകി ഏപ്രിൽ 24-ന് ഉത്തരവിറക്കി. അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ ദിവസവേതന നിയമനം നൽകിയതാണ് വലിയ വിവാദമായി മാറിയത്. ഇടതു സംഘടനാ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥനായിരുന്നു ഫയൽ നീക്കിയത്. അതേസമയം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണി ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ ആ പാട്ട് എഴുതിയതെന്ന് ചിത്രസേനൻ പിന്നീട് പറഞ്ഞിരുന്നു. വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടുന്നത് ഒഴിവാക്കാനുള്ള നീക്കവും നടന്നിരുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലായിരുന്നു 100 വനിതാ ജീവനക്കാർ ചേർന്ന് പാട്ടുപാടിയത്. ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നതായിരുന്നു ആ പാട്ട്. 3 വർഷം മുൻപ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു. സമരധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടെയായിരുന്നു പാട്ട് തുടങ്ങിയത്. ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചയാളാണ് പിണറായി എന്നും ആ പാട്ടിലുണ്ടായിരുന്നു. എന്തായാലും സമ്മേളന കാലത്ത് 500ഓളം വനിതകൾ പാറശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഇതൊക്കെ സഖാക്കൾ വലിയ രീതിയിൽ തന്നെ ഏറ്റുപിടിച്ചിരുന്നു. എന്തായാലും ആ പാട്ടെഴുതിയ ആളാണ് ഇപ്പോൾ പണി പോയി ഇരിക്കുന്നത്.